മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെ പ്രതി ചേർത്ത് കേസെടുത്തു എന്നുള്ളതാണ്. കുടുംബം നൽകിയ പരാതിയിലാണ് ഈ നടപടി. സൈബർ വിങ് വിശദമായി പരിശോധന നടത്തും. MS അനീഷ് കുമാർ ചേർന്നു വിവരങ്ങളുമായി. അനീഷ്, എവിടെയാണ് പരാതി നൽകിയത്? എപ്പോഴായിരുന്നു അത് ഏത് തരത്തിലുള്ള പരിശോധനയ്ക്കാണ് തയ്യാറെടുക്കുന്നത്? അർജുന്റെ കുടുംബം ഇന്നലെ കമ്മീഷൻ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പേരിലായിരുന്നു പരാതി. കുടുംബം ഒറ്റക്കെട്ടായി കമ്മീഷൻ ഓഫീസിലെത്തി പരാതി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ACPക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. നിലവിൽ പ്രതിയായി ചേർത്തിരിക്കുന്നത് ലോറി ഉടമയായ മനാഫിനെയും ഒപ്പം സമൂഹ മാധ്യമങ്ങളിലെ ആളുകളെയുമാണ്. അതിൽ മനാഫിന്റെ പേരെടുത്ത് പരാതിയിൽ പറയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഗീയത അല്ലെങ്കിൽ ചേരിതിരിവ് സൃഷ്ടിക്കാൻ, സമൂഹത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നതാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം. ഒപ്പം സൈബർ വിങ് വളരെ വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്യുന്നുവെന്ന് പോലീസ് പറയുന്നു. കാരണം വർഗീയത ചുവയുള്ള പോസ്റ്റുകളും ഒപ്പം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അർജുനന്റെ ഭാര്യയെയും സഹോദരിയും ഒക്കെ കുറ്റപ്പെടുത്തിയും അവരെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യങ്ങളെ കുറിച്ച് വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇവർക്കെതിരെ അധിക്ഷേപ പോസ്റ്റുകൾ എത്തിയ പോസ്റ്റുകളിൽ ഈ സ്ത്രീകളുടെ മാന്യത കളയുന്നതും ഒപ്പം വർഗീയ ചുവയുള്ളതുമായ പരാമർശങ്ങളാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. എന്തായാലും ഈ ID-കൾ തെരഞ്ഞുപിടിച്ച ശേഷം അവർക്കെതിരെ വ്യക്തിപരമായി തന്നെ കേസുകൾ എടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബത്തെ മോശമാക്കി ചിത്രീകരിക്കാനുള്ള യാതൊരു നീക്കവും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ താൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. താൻ മതസാഹോദര്യം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. കേസിൽ തന്നെ കുടുക്കിയാലും കുടുംബത്തിനോടൊപ്പം ഉണ്ടാകും. തന്റെ യൂട്യൂബ് ചാനൽ വിശദമായി പരിശോധിക്കാം. ഒന്നും ഇതുവരെ മോശമായി പറഞ്ഞിട്ടില്ല എന്നുമാണ് മനാഫ് പ്രതികരിക്കുന്നത്. എന്തായാലും കേസുമായി മുന്നോട്ട് പോയതോടുകൂടി ഈ വിവാദം ഒരു പുതിയ തലത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തോ ഒപ്പം തന്നെ ഇന്ന് രാവിലെയും മനാഫ് പ്രതികരിച്ചിരുന്നു എന്ന് തോന്നുന്നു. അനീഷ്, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ ഇക്കാര്യങ്ങളാണ്. കുടുംബത്തെ മോശമായി താൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. മതസാഹോദര്യം നിലനിർത്താനുള്ള നീക്കങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്ന ഈ സൈബർ ആക്രമണം ഇല്ലാതാക്കുന്നതിനാണ് താൻ ആഹ്വാനം ചെയ്തത്. ഇനിയിപ്പോൾ കേസിൽ കുടുക്കിയാലും ആ കേസിൽ ശിക്ഷിച്ചാലും താൻ കുടുംബത്തോടൊപ്പം തന്നെ ആയിരിക്കും. തന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് പരാതി കുടുംബം പറഞ്ഞത്. ആ ചാനൽ വിശദമായി തന്നെ പരിശോധിക്കാം. അതിൽ ഈ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശവും തന്റെ പേരിൽ നടത്തിയിട്ടില്ല. താൻ നേരിട്ടോ അല്ലെങ്കിൽ മറ്റാളുകൾ വഴിയോ ഇതുവരെ നടത്തിയിട്ടുമില്ല. അക്കാര്യം പോലീസിന് വിശദമായി പരിശോധിക്കാവുന്നതാണ് എന്നും മനാഫ് പറയുന്നു. എന്തോ റൈറ്റ്. എന്താണെങ്കിലും മനാഫിനെതിരെ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തു. കുടുംബത്തിനെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിലാണ് മനാഫിനെ പ്രതി ചേർത്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് നൽകിയത് MS അനീഷ് കുമാർ, കോഴിക്കോട് നിന്ന്.